അമ്മേ നാരായണ, ദേവി നാരായണ. പ്രിയ ഭക്തജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വടക്കേറപ്പുര ക്ഷേത്രത്തിൻ്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ രണ്ടാം ഘട്ടം എന്ന രീതിയിലാണ് ഇപ്പം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടർ ഗോവൻ സാർ ഇവിടെ എത്തി ആ ചടങ്ങ് നിർവഹിക്കുകയാണ് ഉണ്ടായത്. ഒരു വലിയ ചടങ്ങായിട്ടാണ് നമ്മൾ ആ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കാരണം വെച്ചാൽ ഭക്തജനങ്ങൾ കുറേയേറെ പേരുടെ അഡ്വാൻസ് വാങ്ങിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ഇത്രയൊക്കെ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഈ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളിലെ പണി പൂർത്തീകരിച്ച് ഒന്നാം ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി രണ്ടാം ഘട്ടം എന്ന് പറയുമ്പം അങ്ങേ സൈഡൊക്കെ പട്ടിയിലും കിഴക്കോലും ഒക്കെ മാറേണ്ട ഒരു സാഹചര്യം കുറേയൊക്കെ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ പന്തലിട്ട് കൊണ്ട് ഇനി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം വെച്ചാൽ വലിയ മഴയും കാറ്റും ഒക്കെ ഉണ്ട്. അത് അനുസരിച്ച് നമ്മളിപ്പം ഇന്നിപ്പോൾ അതിൻ്റെ വർക്കുകൾ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഈ അഡ്വാൻസ് വാങ്ങിച്ചവരുടെ കൂപ്പൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സീൽ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത് ഭക്തജനങ്ങൾക്കിപ്പം എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് സാമ്പത്തികപരമായിട്ട് ദേവസ്വം ബോർഡിൽ നിന്ന് കിട്ടുന്ന തുകയെപ്പറ്റി എല്ലാവർക്കും അറിയാം. കാരണം വെച്ചാൽ ഒരു 8.5 ലക്ഷം രൂപയാണ് ദേവസ്വം ബോർഡിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ നിർമ്മാണത്തിന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു പൊളിച്ചപ്പം. ഇതിൻ്റെ എല്ലാം ജീർണിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലാവരും കണ്ടതുമാണ്. അപ്പോൾ അതിൻ്റെ പണി ഇപ്പോൾ ഈ ആദ്യഘട്ടം പൂർത്തീകരിച്ചപ്പോൾ തന്നെ ഏതാണ്ട് 20 ലക്ഷം രൂപയോളം കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ കാര്യങ്ങൾ. അതും ഭക്തജനങ്ങൾക്കെല്ലാം നല്ല ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും നമ്മൾ സാമ്പത്തികപരമായിട്ട് വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അമ്മയുടെ ഈ ആസ്ഥാന മന്ദിരം അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ഭക്തജനങ്ങൾ ഒരു തരത്തിലും പിന്നോട്ട് മാറി നിൽക്കുന്ന ആൾക്കാരല്ല. കാരണം വെച്ചാൽ നമ്മൾ ഒരു പ്രതീക്ഷയും, അതായത് ഒരു മുൻകരുതലും ഇല്ലാതെയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. ഈ ആരംഭിച്ച് ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇവിടുത്തെ ഭക്തജനങ്ങൾ നമ്മളോടൊപ്പം നമുക്ക് പൂർണ്ണ പിന്തുണ തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിൻ്റെ നിർമ്മാണം ഇത്രത്തോളം ആക്കിയത്. ഇപ്പൊ നമുക്ക് കണ്ടാൽ തന്നെ നല്ല ഭംഗിയായിട്ട് കിടക്കുകയാണ്. അതിന്റെ മിറ്റം തന്നെ ഒരു ഭക്തൻ ടൈലിട്ട് തന്ന് അങ്ങനെ വളരെ മനോഹരമാക്കി തീർത്ത ഒരു സാഹചര്യം ഇപ്പൊ നിലവിലുള്ളത്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഇതിന്റെ ബാക്കി നിർമ്മാണത്തോടെ പൂർത്തീകരിച്ചുകൊണ്ട് ഇതിന്റെ ചോർച്ച മാറ്റി വളരെ ഭംഗിയാക്കി മാറ്റണം. അതിന് ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങൾ സഹകരിക്കണമെന്നാണ് ആദ്യമേ തന്നെ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നമുക്കിപ്പം ഇവിടെ നടപ്പന്തലിന്റെ പണിയും കൂടി നടക്കുകയാണ്. നടപ്പന്തലിന്റെയും ക്ഷേത്രത്തിന്റെ നിർമ്മാണവും ഇത് രണ്ടിന്റെയും കൂടി ഒന്നിച്ച് സമർപ്പിക്കണം എന്നാണ് ഉപദേശക സമിതിയുടെ ഒരു ആഗ്രഹം. അത് തീർച്ചയായിട്ടും നടക്കും എന്നുള്ള പ്രതീക്ഷയാണ്. കാരണം വെച്ചാൽ അതിന്റെ പണി പെട്ടെന്ന് തന്നെ നടക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തിക പ്രശ്നമാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ഘടകം. അതിന് എല്ലാവരും സഹകരിച്ചാൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇനി ഉപദേശക സമിതിക്കുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 3 മാസമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. ഈ 3 മാസം കൊണ്ട് തന്നെ ഇതിന്റെ 2 പണികളും തീർത്തുകൊണ്ട് അമ്മയുടെ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു ചടങ്ങൂടെ നടത്തണം. അതായത് സപ്താഹം പോലെയുള്ള എന്തെങ്കിലും ഒരു നല്ല ഒരു കാര്യം കൂടി നടത്തി ഇവിടുന്ന് സന്തോഷത്തോടു കൂടി മടങ്ങണമെന്നുള്ള ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. തീർച്ചയായിട്ടും അത് നടക്കും. അതിനുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നേരത്തെ പലവട്ടവും സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ ഉപദേശ സമിതി വന്നതിന് ശേഷം നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ളത്. അത് കുറേയൊക്കെ ആണെങ്കിൽ ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ഭക്തജനങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ് നടന്നിട്ടുള്ളത്. അപ്പം നമുക്കിപ്പം ചില ഈ ഉപദേവാലയങ്ങൾ, ഇപ്പം താഴെ ശിവൻ കോവിലിന്റെ ഇപ്പുറത്തുള്ള ആ കോവിലാണെങ്കിൽ ഒരു വല്ലാത്ത അവസ്ഥയാണ്. അതിപ്പം ഒരു ഭക്തൻ ഏറ്റിട്ടുണ്ട്. ഉടൻ തന്നെ അതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഭൂവത്താൻ നടയും ഇപ്പം മോശപ്പെട്ട ഒരു ലെവലിലേക്ക് വരികയാണ്. അപ്പൊ അതുകൂടെ ആരെങ്കിലും ഭക്തർ വന്ന് ഒന്ന് സഹകരിച്ചാൽ നമുക്ക് ഇനി മറ്റു കാര്യങ്ങൾ ഏകദേശം എല്ലാം വളരെ ഭംഗിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇപ്പം ചെറിയുടെ കാര്യത്തിലായാലും ഇവിടുത്തെ മിറ്റം ടൈൽ ചെയ്തതും സദ്യാലയം, അങ്ങനെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തി വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ നിന്നും നമ്മുടെ കാലാവധി പൂർത്തീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിലൂടെ, ഈ ക്ഷേത്രം പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ കാര്യത്തിലൂടെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആത്മാർത്ഥമായി ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ
എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.